പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഇത് എഴുതിയത് GP ചാലപ്പുറം, അദ്ദേഹം പ്രവാസിയാണ്, നാദാപുരത്തിനടുത്തുള്ള ഒരാൾ. ഞാനും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തനക്കായ ഹയ്യ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. സഖാക്കളാണേ അയ്യപ്പ. ഒരുപാട് അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള അമ്മമാരും അവരൊക്കെ കുറേ അയ്യപ്പ ഭക്തന്മാരെ വിളിച്ച് ഇത് അയ്യപ്പ നിന്നെ കൊണ്ട് പാടിച്ചാണ്, അങ്ങനെയൊക്കെ കുറേ കമൻ്റൊക്കെ പറഞ്ഞിരുന്നു. രാഷ്ട്രീയമൊന്നും നോക്കാതെ നല്ല പാട്ടായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള UDFിൻ്റെ വലിയ പ്രചാരണായുധമായിരുന്നു. എന്നാൽ ആ പ്രചാരണത്തെക്കാൾ മേലെ അത് തരംഗമാക്കിയ ചില വരികളുണ്ട്. പോറ്റിയെ കേറ്റിയെ അല്ലെങ്കിൽ സ്വർണം കട്ടവനാരപ്പ സഖാവാണ് അയ്യപ്പ തുടങ്ങിയ ഈരടികളാണ് യഥാർത്ഥത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണായുധം മാറിയത്. ഒരു പാട്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ പോലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം. ആ പാട്ടിന് ശബ്ദം നൽകിയ ആളാണ് എൻ്റെ കൂടെയുള്ളത്, ഡാനിഷ് മുഹമ്മദ് അല്ലേ? എവിടെയാണ് വീട്? ഞാൻ മലപ്പുറം കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറിയാ. എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത്? ആദ്യം ഇതൊരു രണ്ടുപേര് പാട്ടെന്ന് പാടിയാൽ നമുക്ക് നാല്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. എന്നാലും ഈ പാട്ട് കേൾക്കാത്തവരാരും എന്തായാലും ഇത്തവണ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം അത്രയേറെ വൈറലായി മാറിയ പാട്ടിൻ്റെ ആശാൻ കൂടിയാണ് എൻ്റെ കൂടെയുള്ളത്. എങ്ങനെയാണ് ഡാനിഷിന് ഈ പാട്ടിലേക്ക് എത്തുന്നത്? ആരെഴുതിയതാണ്? ഇത് എഴുതിയത് GP ചാലപ്പുറം, അദ്ദേഹം പ്രവാസിയാണ്, നാദാപുരത്തിനടുത്തുള്ള ഒരാൾ. ഞാനും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മളെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ചെയ്യാറുണ്ട്, ഇലക്ഷനൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹനീഫ മുടിക്കോട് സംഗീതമൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹമാണ് എന്നെക്കൊണ്ട് ഇത് പാടിച്ചത്. സുബൈർ പന്തല്ലൂർ അദ്ദേഹമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെയാണ് ഈ പാട്ടുണ്ടായത്. പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തനക്കായ ഹയ്യ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, അതായത് എന്നെ കൊണ്ട് പാടിക്കുന്നത്. ആ വീഡിയോ അന്ന് കുറേ വൈറലായി. അതിന് ശേഷമാണ് കൂടുതൽ ഈ പാട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. പാടുമ്പോൾ വിചാരിച്ചിരുന്നത് എത്രത്തോളം വലിയ ആവേശത്തിലേക്ക് മാറുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ സ്റ്റുഡിയോയിൽ വരുന്നൊരു വർക്കിൻ്റെ പോലെ അങ്ങനെ പാടി, രാഷ്ട്രീയമൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ അത്ര ഇത് പെട്ടെന്ന് കത്തുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് പിന്നീട് സമൂഹ മാധ്യമങ്ങളൊക്കെ വൈറലായപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് വീണ്ടും വീണ്ടും ഒരുപാട് സ്ഥലത്ത് കേട്ടില്ല, ഇത് റോട്ടിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വന്നില്ല? ഉണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. നമ്മളെ സുഹൃത്ത് തന്നെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, ഇത് ഈ തന്നെയാണോ, ഈ ഇങ്ങനെയൊക്കെ പാടുമെന്നൊക്കെ ചോദിച്ചിരുന്നു. പാട്ടുകാരനാണോ? സ്ഥിരമായിട്ട് പാടാൻ പോകാറുണ്ടോ? ഞാൻ പാട്ടുകാരനായിട്ട് വന്നായിരുന്നു. ഇപ്പോൾ കീബോർഡ് വയ്ക്കാനാണ് കൂടുതൽ പോകാറ് പ്രോഗ്രാമിനൊക്കെ. കീബോർഡിസ്റ്റായിട്ടാണ് പോകാറ്. ഈ പാട്ട് പാടിയ ശേഷം ആരെങ്കിലുമൊക്കെ വിളിച്ചിരുന്നു? ആളുകളൊക്കെ വിളിക്കാറുണ്ടായിരുന്നു? പാട്ട് പാടിയതിനു ശേഷം കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് അയ്യപ്പ ഭക്തന്മാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയമൊന്നും നോക്കാതെ നല്ല പാട്ടായി. പിന്നെ അത് ഈ ഇലക്ഷനെ ഒരുപാട് സ്വാധീനിച്ചു എന്നൊക്കെ പലരും പറയുന്നത് കേട്ട്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ കനവൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. പാർട്ടിക്കാർക്ക് വിളിച്ചിരുന്നു? പാർട്ടിക്കാരെന്തെങ്കിലും പറഞ്ഞിരുന്നു നേതാക്കന്മാർ? ഇല്ല, അങ്ങനെ പാർട്ടിക്കാരൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് പല പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു, പാട്ട് ഷെയറായി നന്നായി എന്നൊക്കെ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ തന്നെ സ്വാധീനിച്ചു തോന്നുന്നുണ്ടോ? അത്രയേറെ ആഘോഷങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്, കുട്ടിക്കാലാക്ഷത്തിലൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സ്വാധീനിച്ചോ എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാട്ടുകൊണ്ട് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് ഒട്ടൊക്കെ പാട്ടുകാരൻ പറഞ്ഞു. അറിയില്ല. എന്താണ് ഒരു ഭാവി പ്ലാൻ? എന്താവണമെന്നാണ്? ഞാനിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതന്നെ നല്ല രീതിയിൽ തുടർന്ന് പോകണമെന്നുണ്ട്. പിന്നെ ഇനി പഠനം PG ഒക്കെ ചെയ്യണമെന്നുണ്ട്. എവിടെയാണ് ആദ്യമായിട്ട് ഈ പാട്ട് ആദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിക്കുന്നത്? എവിടെ വെച്ചാണ് ഇത്? താനൂർ മുസ്ലിം ലീഗിൻ്റെ പ്രോഗ്രാം, നമ്മുടെ അബ്ദുൽ ഹൈ മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് എന്നെക്കൊണ്ട് യാദൃശ്ചികമായിട്ട് പാടിച്ചാണ്. അങ്ങനെ അത് വൈറലായി.
ഇതിൽ ഈ പാടിയ ഭാഗം മാത്രമുള്ള അതിൻ്റെ ബാക്കി കൂടി ഉണ്ടോ? ഇതിന് ഇനി കുറച്ചുകൂടി ഉണ്ട്, കുറച്ചുകൂടി പോർഷൻസ് ഉണ്ട്. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇർഫാൻ മുടിക്കോട് പറയും, അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയത്. അവൻ കോർസ് പോർഷനൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തതാണ്. അത്ര തരംഗമാവെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ അങ്ങനെ കുറേ വർക്ക് ചെയ്യാറുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പാടിയെന്നുള്ളൂ. ഇങ്ങനെ അത്ര വലിയ ഹിറ്റാവെന്ന് വിചാരിച്ചിട്ടില്ല. ഇതിന് വരികൾ ഭയങ്കര ശ്രദ്ധയാണല്ലോ. അത് വരികളാണ് അതിൻ്റെ മെയിൻ. കറക്റ്റ് മാച്ചായിട്ട് സ്വാമി അയ്യപ്പ ആ പാട്ടിന് ഇപ്പോൾ പലരും യൂട്യൂബിലൊക്കെ കമൻ്റൊക്കെ കണ്ട് ആ ഒറിജിനൽ പാട്ട് മറന്നു, ഇതാണ് എല്ലാവരും മനസ്സിലുള്ളതെന്നൊക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഒന്ന് പാടാം. ഓക്കെ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ, ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി, അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി, വയനാടിൻ്റെ ദുരന്തമകറ്റാൻ ഫണ്ട് കൊടുത്തു നാട്ടാര്, കോടികളേറെ തട്ടിപ്പാക്കി ഫണ്ട് വളർത്തിവന്മാര്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാട്ട് തന്നെയാണ് എന്നുള്ള അർത്ഥത്തിൽ യാതൊരു സംശയമില്ല. UDFിൻ്റെ എല്ലാ കൊട്ടിക്കലാശങ്ങളും UDF മാത്രമല്ല, പിന്നീട് BJP അടക്കം ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അല്ലേ? ആർക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇത് പാടിയത്? ഇത് UDFിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. BJPയുടെ പല പേജിലും അതിങ്ങനെ വന്നത് കണ്ട്. UDFിൻ്റെ ഒരു പ്രചാരണ കാരണമാണ്, പക്ഷേ അത് പിന്നീട് BJP അടക്കം വലിയ തോതിൽ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എല്ലാ കൊട്ടിക്കലാശ വേദികളിലും എല്ലാ വിജയാഹ്ലാദ വേദികളിലും ഒക്കെ തന്നെ ഇത്തവണ ഇടം പിടിച്ചത് ഈ പാട്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിനെ സ്വാധീനിക്കുന്നത് രീതിയിലേക്കടക്കം ഈ പാട്ട് മാറി എന്നതാണ് വസ്തുത. എന്തായാലും ഡാനിഷ് ഒരു ഗംഭീര കീബോർഡിസ്റ്റാണ്, ഇപ്പോൾ ഗംഭീര സിംഗർ കൂടിയായി മാറിയിരിക്കുന്നു എന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.